എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിന്റെ 7ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. നമ്മൾ പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന പ്രോപ്പർട്ടി പഠിച്ചു. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ മറ്റ് രണ്ട് സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. മറ്റ് രണ്ട് സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലായിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി പഠിച്ചു. അപ്പോൾ അത് ഉപയോഗിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം എങ്ങനെ വന്നിട്ടുണ്ട്? ABC എന്ന് പറയുന്ന ട്രയാങ്കിള്, അതിൽ AC 6 ആണ്. AC എന്ന് പറഞ്ഞാൽ ഈ നീളം 6 ആണ്. PQ എന്ന് പറയുന്ന BCക്ക് പാരലൽ ആണ്. ഫൈൻഡ് AQ ആൻഡ് QC. AQവും QCയും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ നീളം 3, ഈ നീളം 5. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്, അപ്പോൾ ഇതിന്റെ റേഷ്യോ AP/PB എന്ന് പറഞ്ഞാൽ 3:5 ആണല്ലോ. അപ്പൊ AQവും QCയും തമ്മിലുള്ള റേഷ്യോയും എന്ത് തന്നെയാണ്? 3:5 ആണ്. അപ്പോൾ AQ/QC 3:5 ആകുമ്പോൾ AQ എന്ന് പറയുന്നത് ഈ നീളത്തിന്റെ ആകെയുള്ള 8 ഭാഗത്തിൽ 3 ഭാഗം, 3/8 ഭാഗം. ഈ നീളം 6 നമുക്കറിയാം. അപ്പൊ 6ന്റെ 8ൽ 3 ഭാഗമാണ് AQ. ഈ ടോട്ടൽ ലെങ്തിന്റെ 3/8 ഭാഗമാണ് AQ. അപ്പൊ അതെന്ന് കിട്ടും നോക്കിയേ. 6 18/8 എന്ന് വരും. 18നെ 8 കൊണ്ട് ഹരിച്ചാൽ 9/4 എന്നാവും. എന്ന് പറഞ്ഞാൽ 2.25, 2ഉം 4.1 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് AQവിന്റെ നീളം. അതുപോലെ QC ആണെങ്കിലോ ആകെയുള്ള നീളത്തിന്റെ 6ന്റെ 5/8 ഭാഗമായിരിക്കും. അപ്പൊ 5/8 × 6, അതായത് 30/8, അതായത് 15/4, അതായത് 3.25. അപ്പോൾ 2.25 3.25 കൂടി ചേരുമ്പോൾ 6 സെന്റിമീറ്റർ ആവും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചോദ്യമാണ്. ആകെ നീളം തന്നിട്ടുണ്ടായിരുന്നു, ഈ നീളം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ് എന്ന് പറഞ്ഞ അർത്ഥം ആകെയുള്ള നീളത്തെ 8 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 3 ഭാഗമാണിത്, 5 ഭാഗമാണിത്. അപ്പൊ ഇതും അതുപോലെ തന്നെയാണ്. ആകെയുള്ള നീളത്തിന്റെ 8ൽ 3 ഭാഗമാണിത്, 8ൽ 5 ഭാഗമാണിത്. അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ AQ 2.25 QC 3.25 കിട്ടും. വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഒരു പാരലലോഗ്രാം. ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ വരച്ചിട്ടുണ്ട്. ദി ഫിഗർ ABCD is a parallelogram. PQ parallel to BC and RQ parallel to DC. അതായത് ഇതിന് പാരലായിട്ട് Pയിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഇനി ഇതിന് പാരലായിട്ട് Qയിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു. അത് ഇത് രണ്ടും പാരലൽ, ഇത് രണ്ടും പാരലൽ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് AP/PB is equal to AR/RD. ഇതാണ് ആദ്യത്തെ പാർട്ട്. അപ്പോൾ അവിടെ നോക്കിക്കേ, ഈ ട്രയാങ്കിളില് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിൾ എടുക്കുന്നു. ABC എന്ന ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ BCക്ക് പാരലലാണ് PQ. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ മറ്റ് രണ്ട് സൈഡ്സിന് ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പൊ AP/PB എന്ന് പറയുന്നത് തന്നെയാണ് AQ/QC. AP/PB എന്ന് പറയുന്നത് AQ/QC ആണ്. അതുപോലെ ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കിയാൽ ഈ ട്രയാങ്കിൾ ACD RQ പാരലൽ ടു CD. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് പാരലായിട്ട് ലൈൻ മറ്റ് രണ്ട് സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ AR/RD is equal to AQ/QC. AQ/QC എന്ന് പറയുന്നത് AR/RD ആണ്. AP/PB എന്ന് പറയുന്നത് AQ/QC ആണ്. അപ്പോൾ AP/PB AQ/QC, AQ/QC AR/RD. അപ്പോൾ AP/PB തന്നെയാണ് AR/RD. അതായത് 1, 2 ഇത് ഒന്നാമത്തെ ഇക്വേഷനും ഇത് രണ്ടാമത്തെ ഇക്വേഷൻ എടുത്താൽ രണ്ടാമത്തെ ഒരുമിച്ചെടുക്കുമ്പോൾ AP/PB is equal to AR/RD. അതായത് AP/PB AQ/QC ആണ്, AR/RDയും AQ/QC ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോയും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ? സെക്കൻഡ് പാർട്ടില് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട AP/AB ഈക്വൽ ടു AR/AD എന്നാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. AP/PB ഈക്വൽ ടു AR/RD നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ AP/PBയുടെ റെസിപ്രോക്കൽ PB/AP എന്ന് എഴുതി. AR/RDയുടെ റെസിപ്രോക്കൽ RD/AR. അപ്പോൾ AP/PBയും AR/RD ഈക്വൽ ആണെങ്കിൽ PB/APയും RD/ARഉം ഈക്വൽ ആയിരിക്കും. അത് ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിനോട് 1 ആഡ് ചെയ്താൽ ഈക്വൽ ആവുമല്ലോ.
അതായത് ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഇതിനോടൊന്ന് ആഡ് ചെയ്താലും ഇതിനോടൊന്ന് ആഡ് ചെയ്യാനും രണ്ട് ഈക്വൽ വരും. അതുപോലെ ഒരു ത്രാസ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അതിൽ രണ്ട് വശത്തും ഒരേ കിലോഗ്രാം കട്ടിയിട്ട് കഴിഞ്ഞാൽ രണ്ടും ബാലൻസ് ചെയ്ത് വേണ്ടി നിൽക്കും. അപ്പോൾ ഇവിടെ 1 ആഡ് ചെയ്തു, ഇവിടെ 1 ആഡ് ചെയ്തു. ഇത് സിംപ്ലിഫൈ ചെയ്തേ. 1നെ ഞാൻ AP/AP എന്ന് എഴുതി, PB/AP, കാരണം ഡിനോമിനേറ്റർ AP ആയതുകൊണ്ടാണ് AP/AP എന്ന് എഴുതി. ഇവിടുത്തെ 1നെ AR/AR എന്ന് എഴുതി. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തുല്യമായാൽ ഫ്രാക്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നോക്കിയേ AP കോമൺ ഡിനോമിനേറ്റർ. അപ്പൊ AP പ്ലസ് PB/AP, RD പ്ലസ് AR/AR. AP പ്ലസ് PB എന്താന്ന് നോക്കിയേ? AP പ്ലസ് PB എന്ന് പറഞ്ഞാൽ AB, AR പ്ലസ് RD എന്ന് പറയുന്നത് AD. അപ്പോൾ AP/AP ഈക്വൽ ടു AD/AR. അതായത് AB എന്ന് പറയുന്ന നീളത്തെ AP കൊണ്ട് ഹരിക്കുന്നു, AD എന്ന് പറയുന്ന നീളത്തെ AR കൊണ്ട് ഹരിക്കുന്നു, ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുത്തേ. നമുക്ക് ആവശ്യമുള്ള അതിൽ നോക്കിയേ തെളിയിക്കേണ്ടിരുന്ന AP/AB ഈക്വൽ ടു AR/AD. അപ്പൊ AP/AB ഈക്വൽ ടു AR/AD. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ ചെയ്യാം? വേറൊരു ചോദ്യത്തിലേക്ക് പോയാലോ? ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഇൻ ദി ഫിഗർ ABCD is a parallelogram. Parallelogram P and Q are the midpoints of AB and CD. AB യുടെ മിഡ്പോയിന്റ് ആണ് P, CD യുടെ മിഡ്പോയിന്റ് ആണ് Q. Then join PD and BQ. Prove that DP and BQ cut AC into 3 equal parts. AC എന്ന ഈ ഡയഗണലിലെ ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നീളവും ഈ നീളവും ഈ നീളവും ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അപ്പൊ എങ്ങനെയാ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ABCD ഒരു പാരലോഗ്രാം എന്നാണ്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് ആണിത്. അപ്പൊ ഈ നീളവും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഇവിടെ ഈ നീളം എന്ന് പറയുന്നത് ഹാഫ് CD ആണ്, ഈ നീളം എന്ന് പറയുന്നത് ഹാഫ് AB ആണ്. കാരണം മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. PQ = ഹാഫ് CD, DQ = ഹാഫ് CD, BP = ഹാഫ് AB. CDയും AB ഈക്വൽ അല്ലേ? പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഹാഫും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആയി. AB = CD ആയതുകൊണ്ട് PB = DQ എന്ന് വന്നു. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലില് ഇത് രണ്ട് ഈക്വൽ ആണ്. കൂടാതെ ഇത് പാരലൽ ആഗ്രഹമായതുകൊണ്ട് ഇത് രണ്ടും പാരലൽ ആണ് അല്ലേ? അപ്പോ ഓൾസോ വി നോ ദാറ്റ് since ABCD is a parallelogram, BP parallel to DQ. BP DQ പാരലൽ ആണ്. കാരണം ഇത് രണ്ട് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് ഇത് രണ്ടും പാരലൽ ആയി. കൂടാതെ BP = DQ ആണ്. അപ്പോ one side equal, one pair of opposite side equal and parallel. So it is a parallelogram. BPDQ എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ് കിട്ടും. കാരണം വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണ്. അപ്പൊ ഇത് പാരലോഗ്രാം ആണെങ്കിൽ ഉടനെ നമുക്ക് ഇത് രണ്ടും പാരലാന്ന് കിട്ടുമല്ലോ. അപ്പൊ PD പാരലൽ ടു BQ ആവും. അപ്പൊ ഈ വരച്ച രണ്ട് വരകളും പാരലൽ ആണ്. ഇനി നമുക്കറിയാം ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിളില് ഈ സൈഡിന് പാരലൽ ആയിട്ട് വരച്ചിരിക്കുന്ന ലൈനാണ് ഇത് മിഡ് പോയിന്റിലൂടെ. അപ്പൊ ഈ രണ്ട് ലൈനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ലൈൻ ഈ രണ്ട് ലൈനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ ആണ്. അതുപോലെ മറ്റേ ട്രയാങ്കിൾ എടുത്ത് നോക്കാം. ഈ ട്രയാങ്കിൾ DEC അടുത്ത് നോക്കാം. DEC എന്ന് പറയുന്ന ട്രയാങ്കിള്, ആ ട്രയാങ്കിളില് ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈനാണിത്. അപ്പോൾ ഒരു സൈഡിന് പാരലൽ ആയിട്ട് വരച്ചിരിക്കുന്ന ലൈൻ മറ്റു രണ്ട് സൈഡ്സിന് ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. അപ്പൊ എന്തോന്നോ ഇത് ഈക്വല്, ഇത് ഈക്വല്, ഇത് മൂന്നും ഈക്വല്. അത്തരത്തില് നമുക്ക് ലളിതമായിട്ട് തെളിയിക്കാം. ഇങ്ങനെ മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കാം. ഈ ട്രയാങ്കിളില് AP എന്ന് പറയുന്നത് BCയിൽ ഒരു പോയിന്റ് ആണ്. AP ജോയിൻ ചെയ്തു. ഈ APക്ക് പാരലായിട്ട് RQ വരച്ചിട്ടുണ്ട്. APക്ക് പാരലായിട്ട് RQ വരച്ചിട്ടുണ്ട്. ഫിഗർ AC പാരലൽ ടു PQ. AC എന്ന് പറയുന്നത് PQന് പാരലാണ്. അതുപോലെ തന്നെ APക്ക് പാരലാണ് CR. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AP/PC = BP/PC = BR/RP. അതാണ് പ്രൂവ് ചെയ്യുന്നത്. ABC എന്ന ട്രയാങ്കിൾ എടുക്കുമ്പോൾ ACക്ക് പാരലൽ ആണ് PQ. അപ്പോൾ ഒരു സൈഡ്സിന് പാരലായ ലൈൻ മറ്റു രണ്ട് സൈഡ്സിന് ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുക. അതുകൊണ്ട് BQ/2A എന്ന് പറയുന്നതാണ് BP/PC. അപ്പോൾ BP/PC എന്ന് പറയുന്നത്
ബി ക്യൂ ബൈ ക്യൂ എ ആണ് വലിയ ട്രയാങ്കിൾ. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കാം. ചെറിയ ട്രയാങ്കിൾ ഇതിന് പാരലാണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയും കണ്ടോ, ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ മറ്റു രണ്ട് സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. അതായത് ബി ക്യൂ ബൈ ക്യൂ എ എന്ന് പറയുന്നത് ബി ആർ ബൈ ആർ പി ആണ്. അപ്പോൾ ബി ക്യൂ ബൈ ക്യൂ എ എന്ന് പറയുന്നത് ബി ആർ ബൈ ആർ പി, ബി ക്യൂ ബൈ ക്യൂ എ എന്ന് പറയുന്നത് ബി പി ബൈ പി സി. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ്? ബി പി ബൈ പി സിയും ബി ആർ ബൈ ആർ പിയും തുല്യമാണ്. അപ്പോൾ ബി പി ബൈ പി സി ഈക്വൽ ടു ബി ആർ ബൈ ആർ പി. അതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്. കിട്ടി. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.